ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീക്വൻസ് ആൻഡ് സീരീസിലെ വളരെ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 20th ടൈമും nth ടൈമും കണ്ടുപിടിക്കാനാണ് ഒരു GPയുടെ. ഓക്കെ, nth ടൈമിന്റെ ഇക്വേഷൻ നമുക്കറിയാം. an എന്ന് പറഞ്ഞാൽ a ഇൻറ്റു r റേസ് ടു n-1 ആണ് അല്ലെ. ഇവിടെ r എന്ന് പറഞ്ഞാൽ എന്താ? r എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം 5/4, അതേ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടൈം എന്താ 5/2 ആണ്. 5/4 ഡിവൈഡ് ബൈ 5/2 അതാണ് എന്ത് 6. അപ്പൊ 5/4 എഴുതുക. എന്നിട്ട് ഡിവിഷന് മാറ്റി പകരം ഇൻറ്റു ആക്കുക. ഡിവൈഡ് ബൈ ഫസ്റ്റ് ടൈം അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. 5/2 റെസിപ്രോക്കൽ 2/5. 5ഉം 5ഉം കട്ടായി പോയി. 2/4 എത്ര വരും? 1/2. 6 എന്ന് പറഞ്ഞാൽ 1/2 ആ. ഓക്കെ, അപ്പോൾ എ എത്രയാ? എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അത് എത്രയാ? 5/2. 5/2 ഇൻറ്റു r റേസ് ടു, r എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. സോ 1/2 റേസ് ടു n-1. ഞാൻ n-1 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 റേസ് ടു n-1 ഡിവൈഡ് ബൈ 2 റേസ് ടു n-1. ഇനി ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ. 5 ഇൻറ്റു 1 റേസ് ടു n-1 എന്താ? 1 റേസ് ടു n-1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ന്റെ പവർ ഏത് വന്നാലും 1 തന്നെ ആൻസർ വരിക. അപ്പോൾ 5 ഇൻറ്റു 1 5, ന്യൂമറേറ്ററിൽ 5 വന്നു. ഡിവൈഡ് ബൈ താഴെ ഡിനോമിനേറ്ററിലോ 2 ഇൻറ്റു 2 റേസ് ടു n-1. 2 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 1 ആണ്. അപ്പോൾ എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോർമാറ്റിലായി. അപ്പോൾ എന്താ ആൻസർ വരിക? എക്സ് റേസ് ടു എം പ്ലസ് എൻ. രണ്ട് പവർ കൂടെ ആഡ് ചെയ്താൽ സെയിം ബേസിന് എഴുതാം. അപ്പോൾ ഇവിടെ ബേസ് 2 ആണ്. അപ്പോൾ സെയിം ബേസ് 2 തന്നെ എഴുതാം. എന്നിട്ടോ രണ്ട് പവർ കൂടി ആഡ് ചെയ്യും. 1 പ്ലസ് n-1. 1-1 0 ആയി പോയി, ബാക്കി n മാത്രം. അപ്പോൾ 5/2 റേസ് ടു n ആണ് nth ടൈം. അപ്പോൾ 20th ടൈമോ എന്നിന് പകരം 20 കൊടുത്താൽ മതി. ആ nth ടൈമിൽ എന്നിന് പകരം 20 കൊടുക്കാം. A20 എന്ന് പറഞ്ഞാൽ 20th ടൈം ആണ്. അപ്പോൾ എന്നിന് പകരം 20 കൊടുക്കാം. 5/2 റേസ് ടു 20. ദിസ് ഇസ് ദ 20th ടൈം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. ഓക്കെ, ശ്രദ്ധിക്കാം. For what values of x the numbers -2/7 x, -7/2 are in GP? ഈ മൂന്ന് ടൈംസും GP ആവുക. എക്സിന്റെ ഏത് വാല്യൂനാണ് ചോദിച്ചത്? GP ആണെങ്കിൽ മക്കളെ സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം A2/A1 എന്ന് പറഞ്ഞാലും തേർഡ് ടൈം ബൈ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാലും A3/A2 എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഡിവൈഡഡ് ബൈ -2/7 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? തേർഡ് ടൈം ഡിവൈഡ് ബൈ -7/2 ഡിവൈഡഡ് ബൈ എക്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എക്സ് ഡിവൈഡ് ബൈ -2/7 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക? എക്സ് ഇൻറ്റു റെസിപ്രോക്കൽ എഴുതുക. -2/7 റെസിപ്രോക്കൽ -7/2 is equal to -7/2 by x എന്താ? x എന്ന് പറഞ്ഞാൽ x/1 അല്ലേ. ഓക്കെ, അപ്പോൾ -7/2 എഴുതുക. അതിന്റെ ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. ഫ്രാക്ഷൻസ് കൊണ്ടുള്ള ഡിവിഷൻ നമ്മൾ എങ്ങനെ ചെയ്യാം? ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കും. രണ്ടാമത്തെ ആ ഡിവൈസറിന്റെ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിലെ അതിന്റെ റെസിപ്രോക്കൽ എഴുതും. ഓക്കെ, ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന x ഉണ്ട്. എക്സിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/x. ഓക്കെ, മൾട്ടിപ്ലൈ x ഇൻറ്റു -7 -7x ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു -7 ഇൻറ്റു 1 -7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു x 2x. രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്. മൈനസും വെട്ടിപ്പോയി. രണ്ട് സൈഡിലും 7 ഉണ്ട്. 7 വെട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ എന്ത് തോന്നുന്നു? x/2 ഈക്വൽ ടു അപ്പുറത്ത് മേലൊന്നുമില്ല മീൻസ് 1 ഉണ്ട്. ഡിവൈഡ് ബൈ താഴെയോ 2x. ഓക്കെ, രണ്ട് സൈഡിലും 2 ഉണ്ട്. 2 വെട്ടിപ്പോയി. അപ്പോൾ എന്ത് വന്നു? ഇപ്പുറത്തെ സൈഡിൽ x മാത്രം. x ഈക്വൽ ടു അപ്പുറത്ത് എന്താ ഉള്ളത്? 1/x. ഈ റൈറ്റ് സൈഡിലെ ഡിവൈഡ് ബൈ x ലെഫ്റ്റ് സൈഡിലോട്ട് ഉണ്ടായാൽ ഇൻറ്റു x ആവും. അപ്പോൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി x ഉണ്ട്. ആ x ഇൻറ്റു x x² ആയി. x² ഈക്വൽ ടു 1. അപ്പോൾ x ഈക്വൽ ടു √1 അഥവാ +or -1. √1 എന്ന് പറഞ്ഞാൽ +or -1 ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ ഇത് കിട്ടി, +or -1 കിട്ടി. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ്, എക്സിന്റെ വാല്യൂ +or -1 കിട്ടി. +1 ആവാം -1 ആവാം. നെക്സ്റ്റ് വൺ. Insert 3 numbers between 1 and 256 so that the resulting sequence is a GP. Resulting sequence GP ആവുന്ന വിധത്തിൽ 1ന്റെ 256ന്റെ ഇടയിൽ ഒരു മിനിറ്റ് ആണോ? 2 ദിവസം ചെയ്തില്ലേ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 1ന്റെ 256ന്റെ ഇടയിൽ 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അതിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. r is equal to b/a whole raised to 1/n+1 ആണ്. ബിയും എയും, എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ, ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആ നമ്പർ, രണ്ടാമത് തന്നുള്ള നമ്പർ. കുറച്ച് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ച് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ, 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ച് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആ തന്ന 2 നമ്പേഴ്സിനെ എയും ബി ആയിട്ട് എടുക്കുക. ആൻഡ് ഇൻസേർട്ട് ചെയ്യേണ്ട നമ്പേഴ്സിന്റെ എണ്ണത്തിന് n ആയിട്ട് എടുക്കുക. 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ n = 3. അപ്പോൾ r എന്ന് പറഞ്ഞാൽ b/a, ബി എന്ന് പറഞ്ഞാൽ 256 ആണ്. 256 ഡിവൈഡ് ബൈ a എത്രയാ? 1. ഹോൾ റൈസ് ടു 1/n+1 എത്രയാ? 1/n+1 എത്രയാ? ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞ നമ്പർ 3 നമ്പേഴ്സ്, അതാണ് n. അപ്പോൾ n+1 എന്ന് പറയുമ്പോൾ 3+1. ഓക്കെ, അഥവാ r = 256/1 എന്ന് പറഞ്ഞാൽ 256 തന്നെ. 256 ഹോൾ റൈസ് ടു 1/3+1 എത്രയാ? 4. അപ്പോൾ 256 റൈസ് ടു 1/4 ആണത് r. അഥവാ rന്റെ പവർ 4 വന്നാൽ ആൻസർ 256 കിട്ടണം. 256 റൈസ് ടു 1/4 r എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. rന്റെ പവർ 4 വന്നാൽ ആൻസർ 256 കിട്ടണം. അപ്പോൾ r എത്രയായിരിക്കും? ഏത് നമ്പറിന്റെ പവറിൽ 4 വരുമ്പോഴാണ് 256 ആൻസർ കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ചുമ്മാ കുറേ നമ്പറിന്റെ പവർ 4 ആലോചിച്ച് നോക്കുക. 2ന്റെ പവർ 4 വരുമ്പോൾ 2 2 4 2 8 2 16 ആവുള്ളൂ. 3ന്റെ പവറിലാണെങ്കിൽ 3 3 9 3 27 3 81 അങ്ങനെ ഇത്രേ ആവുള്ളൂ. 89 അങ്ങനെ 81 അങ്ങനെ 7
അതായത് 80 സംതിങ് ആവുള്ളൂ. 256 ഇല്ല. 4 പവറിലാണെങ്കിലോ 4 4 16 4 64 64 into 4 256 അല്ലേ. 64 into 4 64 into 4 യെസ്. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് മനസ്സിലായി. പക്ഷേ ഇവിടെ ഇവൻ പവർ ആയതുകൊണ്ട് തന്നെ പ്ലസ് ഓർ മൈനസ് ആൻസർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര നമ്പർ ഇൻസേർട്ട് ചെയ്യണം? 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം. എന്ത്? 6 കിട്ടി, ഇതും കിട്ടി. അപ്പോൾ എങ്ങനെയാ നമുക്ക് 3 നമ്പേഴ്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് നമ്പർ 1 അല്ലേ, അപ്പം +4 എടുക്കാം. നമ്മൾ +4 എടുത്തു കഴിഞ്ഞാൽ 1 കഴിഞ്ഞാൽ 1 4 4 4 4 16 4 64 പിന്നെ 256. ഇനി -4 ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ 1 വരും, പിന്നെ 1 into -4 -4 into -4 plus 16 16 into -4 -64 -64 into -4 256. പക്ഷെ നമ്മളോട് പറഞ്ഞത് ഇൻസൈഡ് 3 നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 256 ആണ്. 1 256 ഇടയിലുള്ള 3 നമ്പേഴ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ആവശ്യമില്ല, കാരണം ഈ -1 1 256 ഇടയിലുള്ള നമ്പർ അല്ലല്ലോ. അപ്പൊ ഇത് മാത്രം മതി. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ 12th ടൈം ഓഫ് ദ GP whose 8th ടൈം is 192 and common ratio is 2. 8th ടൈം എന്ന് പറഞ്ഞാൽ എന്താ? 8th ടൈം എന്ന് പറഞ്ഞാൽ a into r raised to 7 ആണ്. അത് എത്രയാ? 192 ആണ്. 192 നമുക്ക് കണ്ടുപിടിക്കണം. എന്താ? 12th ടൈം ആണ്. ഓക്കെ, 12th ടൈം എന്ന് പറഞ്ഞാൽ എന്താ? A12 എന്ന് പറഞ്ഞാൽ എന്താ? a into r raised to n. an എന്ന് പറഞ്ഞാൽ a into r raised to n minus 1 ആണ്. അപ്പോൾ A12 എന്ന് പറഞ്ഞാൽ a into r raised to 12 minus 1 അഥവാ 11 ആണ്. ഓക്കെ, a into r raised to 7 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ a into r raised to 11 കിട്ടും? സി, ഇതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ a into r raised to 11 കിട്ടും? 7നോട് എത്ര കൂട്ടിയല്ല 11 കിട്ടുക? 4. അപ്പോൾ r raised to 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അഥവാ a into r raised to 7 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? r raised to 4 കൊണ്ട് മൾട്ടിപ്ലൈ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. r raised to 4 into r raised to 7 into r raised to 4 3 r raised to 11 കിട്ടും. അപ്പോൾ കറക്റ്റ് ആണ്. ഇനി ഇതിൽ നമുക്ക് a into r raised to 7 നമുക്കറിയാം 192 ആണ്. അപ്പോൾ 192 into r raised to 4 r raised to 4 എന്ന് പറഞ്ഞാൽ എത്രയാ? r നമുക്ക് 2 ആണ് തന്നിരിക്കും. അപ്പോൾ 2 raised to 4. അപ്പോൾ 192 into 2 raised to 4 3 2 4 8 2 16 60. 192 into 16 ചെയ്യാം. 192 into 16 എത്ര വരിക? 192 into 16 എത്ര വരും മക്കളെ? 6 ആണ് ഇത്. ഓക്കെ, 16 എത്ര വരുടാ? 3072. 12th ടൈം കണ്ടുപിടിച്ചു. നമ്മൾ 12th ടൈം കണ്ടുപിടിച്ചു. സിമ്പിൾ ആണ്. അല്ലാണ്ട് എ കണ്ടുപിടിച്ച് പിന്നെ ആ 6 ഉണ്ട്, എ കണ്ടുപിടിച്ചിട്ട് പിന്നെ ചെയ്യണം നിൽക്കേണ്ട ആവശ്യമില്ല. എ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് A8 അറിയാമെങ്കിൽ AR raised to 7 ആണ് A8. അപ്പോൾ A12 കണ്ടുപിടിക്കേണ്ടത് AR raised to 11. അതിന്റെ അത് AR raised to 7 R raised to 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലാണ്ട് A ഒന്നും കണ്ടുപിടിച്ചിട്ട് വീണ്ടും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ടേംസ് ഓഫ് ദ GP ആർ നീഡഡ് ടു ഗിവ് ദ സം 120? ഓക്കെ, ഈ GPന്റെ ഫസ്റ്റ് ടൈം എത്രയാ? A എന്ന് പറഞ്ഞാൽ 3 ആണ്. ഫസ്റ്റ് ടൈം 3 ആണ്. കോമൺ റേഷ്യോ എത്രയാ? 6 3 ആണ്. കാരണം 3 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത് അല്ലെ. ഈ R എന്ന് പറഞ്ഞാൽ 1നേക്കാളും കൂടുതലല്ലേ? R എന്ന് പറഞ്ഞാൽ 1നേക്കാൾ കൂടുതലാണ്. അപ്പോൾ സമ്മറി ഇക്വേഷൻ എന്താ? A into r raised to n minus 1 divided by r minus 1. A into r raised to n minus 1 divided by r minus 1 ആണ്. അത് എത്രയാണ് പറഞ്ഞത്? സം 120 ആവണമെന്നാണ് പറഞ്ഞത്. സം 120 ആവണം അല്ലേ? അപ്പോൾ സം 120 ആവണം. അപ്പോൾ സം ഈക്വൽ ടു 120 ഈക്വൽ ടു a into a എത്രയാ? 3. അപ്പോൾ 3 into r raised to n. r എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 raised to n minus 1 divided by r minus 1. 3 minus 1. ഓക്കെ, അപ്പോൾ എന്ത് വരും? 120 is equal to 3 into 3n minus 3 raised to n. 3 into 3 raised to n minus 1 whole divided by അടിയിൽ എന്താ ഉള്ളത്? 3 minus 1. അടിയിലുള്ള 3 minus 1 ആണ് 2 ആ. ആ അടിയിലുള്ള 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 2 ആവും. ഡിവൈഡ് ബൈ 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 ആവും. അപ്പോൾ 2 into 120 എത്രയാ? 240. 100 200 240 240. ഓക്കെ, ഇൻറ്റു അപ്പോൾ ദിസ്കലും 3 into 3 raised to n minus 1 ആണ്. ആ ഇൻറ്റു 3 അങ്ങോട്ട് പോയാൽ എന്താവും? ഡിവൈഡ് ബൈ 3 ആവും. അപ്പോൾ 240 divided by 3 equal to 3 raised to n minus 1. 240 divided by 3 എത്രയാ? 24 by 3 എത്രയാ? 3 8 24 80 അല്ലേ? 3 0 0 3 8 24. ഓക്കെ, 80 equal to 3 raised to n minus 1. മൈനസ് 1 അങ്ങോട്ട് പോയാൽ പ്ലസ് 1 ആവും. അപ്പോൾ 3 raised to n equal to 80 plus 1 അഥവാ 81. 3 raised to n എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 81 കിട്ടി. 3 raised to n is equal to 3 raised to n is equal to 3 കിട്ടി? 81 കിട്ടി. ഏത് നമ്പറിന്റെ പവർ 3ന്റെ പവർ എത്ര വരുമ്പോൾ 81 കിട്ടുക? 3 9 3 27 3 81 അല്ലെ? 3ന്റെ പവർ 4 വരുമ്പോഴല്ലേ n equal to 4 അല്ലേ വരിക? കാരണം 3 raised to 4 3 into 3 into 3 into 3 ആലോചിച്ച് നോക്കും. 3 9 3 27 27 into 3 3 7 ബാക്കി 2 6 2 8 കറക്റ്റ് ആണ്. അപ്പൊ n equal to 4 ആണ്. എത്ര ടൈംസ് ആ കിട്ടി? ഹൗ മെനി ടൈംസ്? n 4 ടൈംസ് ആണ്. n equal to 4 ഫൈനൽ ആൻസർ ആയി. അപ്പോൾ ഈ ചാപ്റ്ററിലെ
സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ, സെയിം ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ ഒരു കുട്ടി പോലും എക്സാമിനേഷന് പോകാൻ പാടില്ല. കാരണം പല പ്രാവശ്യം ബോർഡ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസ്. സോ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.